കുറെ നേരമായല്ലോ ആലോചിച്ച് ഇത് കഷ്ടപ്പെടുന്നത് പറിച്ചെടുക്കാൻ അല്ലേ? ഈ സാധനം പറിച്ചെടുക്കാനേ കുറെ നേരമായാലും ഇത് കഷ്ടപ്പെടുന്നു. ഞാനാണ് പറിച്ചെടുത്തത് കൊണ്ടേക്ക് കൂടി പോകുമ്പോൾ ആ സാധനം. അപ്പൊ നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞത്? എന്താ അറിയോ? നമ്മളുടെ ആഗ്രഹമാണ്. ഇപ്പൊ നിങ്ങളുടെയൊക്കെ ആഗ്രഹമാണ് എന്ത്? ഒരു കവിത എഴുതണം, കഥ എഴുതണം, നിങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം നിങ്ങൾക്ക് വരാനൊരു സാഹചര്യം ഉണ്ട്. എന്താണ് എനിക്ക് തോന്നുന്നത്? സാറ് പറഞ്ഞ പോലെ നിങ്ങളൊരു ഫാമിലി മാഗസിൻ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ ഒരു നിർദ്ദേശം ഉണ്ടാവുക. ആ ഫാമിലി മാഗസീനിലേക്ക് എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശം ടീച്ചേഴ്സ് ഒക്കെ തരിക. അങ്ങനെ നിങ്ങളെ വീട്ടിൽ ചെന്ന് രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉമ്മയോ ഉപ്പയോ ചേച്ചിയോ ഏട്ടനോ അമ്മാവനോ ഒക്കെ പറയും നമുക്കൊരു കഥ എഴുതാം, ഒരു കവിത എഴുതാം എന്നൊക്കെ പറയാം. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടായത്? ഒരാഗ്രഹം ഉണ്ടായത്. അന്ന് എനിക്കൊരു കവിത എഴുതണം അല്ലെങ്കിൽ എനിക്കൊരു കഥ എഴുതണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അപ്പൊ നമ്മൾ വായിക്കാറുണ്ട് അല്ലേ? വായിക്കും, കഥകളൊക്കെ വായിക്കും. ഞാനൊരു ചെറിയ കഥ പറഞ്ഞുതരാം. കഥ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ? ഇതാണോ? ആ കഥ പറയുമ്പോ, കഥ കേൾക്കുമ്പോ എന്തൊക്കെ എങ്ങനെയൊക്കെ നിങ്ങൾ കഥയെ കേൾക്കണമെന്ന് നോക്കാനാണ് ഈ കഥ പറയുന്നത്. ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ഗ്രാമത്തിന്റെ പേര് കോത്താഴം എന്നായിരുന്നു. കോത്താഴം. ആ നീ പേര് ഓർത്ത് വെക്കണം കേട്ടോ. ഈ കോത്താഴത്തുകാർക്കൊരു സവിശേഷത ഉണ്ട്. എന്താണ്? ഭയങ്കര ബുദ്ധിമാന്മാരാണ് എന്നാണ് അവരുടെ വിചാരം. കോത്താഴത്തുകാർക്കൊരു ഒരു ഐഡന്റിറ്റി ഉണ്ട്. എന്താണ്? ഒരു ഭയങ്കര ബുദ്ധിമാന്മാരാണെന്നാണ് അവരുടെ വിചാരം. അപ്പൊ അവരുടെ ബുദ്ധിയെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ കോത്താഴത്തുകാരൊക്കെ ഒരു പ്രാവശ്യം അടുത്ത ഗ്രാമത്തില് ഒരു യുദ്ധത്തിന് പോയി. അപ്പൊ പട്ടാളക്കാരാണ്, വാളും കുന്തവും ഒക്കെ കയ്യിലെടുത്ത് യുദ്ധത്തിന് പോയി. ആ ഗ്രാമത്തിൽ ചെന്ന് യുദ്ധമൊക്കെ കഴിഞ്ഞ് ആ ഗ്രാമം യുദ്ധമൊക്കെ കഴിഞ്ഞ് യുദ്ധത്തിൽ തോറ്റു. അങ്ങനെ തിരിച്ചോടി പോരുകയാണ്. തിരിച്ചോടി പോരുമ്പോ അവരെന്ത് ചെയ്തു? ഒരു വലിയ കിണർ, പൊതു കിണറിന്റെ അടുത്ത്, വലിയ കിണറാണ്, അതിന്റെ അടുത്ത് ഒരു വലിയ നെല്ലിമരം ഉണ്ട്. ആ നെല്ലിമരത്തിന്റെ തണലില് വിശ്രമിച്ചു. കുറെ ആൾക്കാർ ഉറങ്ങിപ്പോയി, കുറെ ആൾക്കാർ അതിൽ ഒരുത്തൻ